ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ കോട്ടയം ജില്ലയിൽ മാങ്ങാനം എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു കർത്താവിൻ്റെ ദാസൻ്റെ അടുത്ത് വന്നതാണ്. വളരെ ദീർഘവർഷങ്ങളായി പഞ്ചാബിൽ ലുധിയാനയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ഇന്ന് ഈ പാസ്റ്ററുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കാം. അതോടൊപ്പം ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത ആ വലിയ ഉപകാരങ്ങളെയും അതോടൊപ്പം തൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പോഴെവിടെ താമസിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പേര് ജോൺ ടി ചാക്കോ എന്നാണ്. ഞാനിപ്പോൾ മാങ്ങാനത്ത്, കോട്ടയം ജില്ലയിലെ മാങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് എൻ്റെ വീട്. ഇവിടെ ജനിച്ചു വളർന്ന സ്ഥലമാണ്. വീട്ടിൽ വൈഫ്, 3 മക്കൾ, 2 ആൺപിള്ളേരും ഒരു പെൺപൈതലുമുണ്ട്. പുതുപ്പള്ളി അസംബ്ലീസ് ഓഫ് ഗോഡിലെ മെമ്പറാണ്. 84 മുതൽ ഞങ്ങൾ AGയോട് ചേർന്ന് ആരാധിച്ചു വരുന്നു. പാസ്റ്റർ ജനിച്ച് വളർന്നതൊക്കെ ഏത് സ്ഥലത്താണ്? ഞാൻ ഈ മാങ്ങാനത്ത് തന്നെയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ മച്ചാട് CMS സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം പുതുപ്പള്ളി സെൻറ്റ് ജോർജസ് ഗവൺമെൻറ് സ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അതിനുശേഷം നാട്ടകം ഗവൺമെൻറ് കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. പാസ്റ്ററൊക്കെ ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്? ഞങ്ങൾ ജനിച്ചത്, ഞാനും ഞങ്ങൾ പിതാവ് CSI സഭയിലായിരുന്നു. സഭയിൽ നിൽക്കുമ്പോൾ തന്നെ പിതാവ് അവിടുത്തെ കൊയർ മെമ്പറും നല്ല ഒരാത്മീയ, അന്നും പ്രാർത്ഥന പരമുള്ള ഒരു പിതാവായിരുന്നു ഞങ്ങളുടെ. മാതാപിതാക്കളുടെ പേരൊന്ന് പറയാമോ? എൻ്റെ പിതാവിൻ്റെ പേര് TM ചാക്കോ എന്നാണ്. മാതാവ് സാറാമ ചാക്കോ. നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ എത്ര പേരാണ്? സഹോദരങ്ങൾ, ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ആണേ ഉള്ളൂ. 2 പെങ്ങന്മാരാണ്. മൂത്ത 2 പെങ്ങന്മാരിൽ ഏറ്റവും മൂത്ത സഹോദരി ദിവസം ചേർക്കപ്പെട്ടു. എൻ്റെ ഇളയ 2 സഹോദരിമാരുണ്ട്. അങ്ങനെയാണ് 4 പേര്, ഞാനും കൂട്ടി 5 പേരാണ്. മാതാപിതാക്കൾക്കൊക്കെ എന്തായിരുന്നു ജോലി? മാതാപിതാക്കൾ സാധാരണ കൃഷിപ്പണി, കൂലിപ്പണിയൊക്കെ ചെയ്താണ് ഞങ്ങളെ വളർത്തുവാൻ വേണ്ടി അവർ ബുദ്ധിമുട്ടി. ഓക്കെ. ഇപ്പോൾ ഈ ഒരു CSI പശ്ചാത്തലത്തിൽ നിന്ന് ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് CSI ഇന്നപ്പോൾ തന്നെ നല്ല ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. ആ സമയത്ത് എന്ത് രോഗങ്ങൾ വന്നാലും പ്രാർത്ഥിക്കുകയല്ലാതെ ഒരു മെഡിസിൻ പോലും എടുക്കാത്തൊരു അത്ര നല്ല ഭക്തിയുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നത്. എൻ്റെ പിതാവിനെ ഞാൻ മാതൃകയാക്കുന്ന എപ്പോഴും പ്രാർത്ഥനാ ജീവിതത്തിൽ. എന്നാൽ കുറച്ചുകൂടെ ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും പഠിക്കുവാനും തുടങ്ങിയപ്പോൾ സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും ഒക്കെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിന് ആവശ്യമായെന്ന് വന്നപ്പോൾ ഒരു പെന്തക്കോസ് അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാനിടയായി. ഓക്കെ. അത് ഏത് കാലഘട്ടങ്ങളിലാണ് പാസ്റ്റർക്ക് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നത്? എൻ്റെ പിതാവ് 1969 സ്നാനപ്പെട്ടത്. അതിനുശേഷം ഞാൻ മാതാപിതാക്കളായിട്ട് ഈ വിശ്വാസത്തിലേക്ക് വന്നവർ. അപ്പോൾ പാസ്റ്റർക്ക് ജനിക്കുമ്പോൾ പാസ്റ്ററൊക്കെ ബാല്യകാലത്തിൽ തന്നെ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലാണ് ഞാൻ. ഓക്കെ. അപ്പോൾ പാസ്റ്റർ ഈ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു പാസ്റ്റർ ആകണം, അല്ലെങ്കിൽ ഒരു സുവിശേഷ വേല ചെയ്യണം എന്നുള്ളൊരു താല്പര്യം വരാനും അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു കാരണവും അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? വാസ്തവം പറഞ്ഞാൽ എനിക്ക് സുവിശേഷ വേല ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എന്തെങ്കിലും ജോലി, സുവിശേഷ വേല ഒരു മറ്റ് മോശമായതുകൊണ്ടല്ല. ചെറുപ്പം മുതലേ സൺഡേ സ്കൂള് പഠിച്ചു. IPCയിലാണ് ഞാൻ 1-ാം ക്ലാസ് മുതൽ സൺഡേ സ്കൂള്, പിന്നീട് അധ്യാപകനായി തീർന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ സുവിശേഷീകരണത്തിൽ ഞാൻ നാട്ടകം ഗവൺമെൻറ് കോളേജ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ICPFൻ്റെ നല്ലൊരു പ്രവർത്തകനായിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാ നിലയിലും ഞങ്ങൾ നല്ല ആത്മീയത്തിലാണ്. പ്രത്യേകിച്ച് IPCയിലാണ് സൺഡേ സ്കൂളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സൺഡേ സ്കൂളും ദൈവവനം വളരുവാനുള്ള നല്ല സാഹചര്യം ആത്മീയത്തിലുണ്ടായിരുന്നു. എന്നാലും ഭൗതികമായ ഒത്തിരി ബുദ്ധിമുട്ടി വളർന്നുകൊണ്ട് ഒരു ഭൗതിക ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ 12-ാം ക്ലാസ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ
ഭൗതിക ജോലിക്ക് വേണ്ടി ഞാൻ പോയി. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് 2 ജ്യേഷ്ഠന്മാർ ഞാൻ ജനിക്കുന്ന മുമ്പുണ്ടായിരുന്നു. അവർ 5ഉം 6ഉം വയസ്സുള്ളപ്പോൾ CSI വെച്ച് തന്നെ അവർ ദൈവസേനയിൽ ചേർക്കപ്പെട്ടവരാണ്. അപ്പോൾ മൂന്നാമത് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ആ CSI പള്ളിയിൽ വെച്ച് തന്നെ ഒരു ഡെഡിക്കേഷൻ സർവീസിൽ ആലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവമേ ഇവനെയെങ്കിലും ജീവനോടെ ലഭിച്ചാൽ ഒരു പുരോഹിതനാക്കാം എന്നൊരു സമർപ്പണം അവർ ചെയ്തിരുന്നു. അത് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ജോലി ചെയ്തിട്ട് അതോടെ സുവിശേഷ വേല ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹമായിരുന്നു. കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കാനും വീട്ടിൽ ഇത്രയും വലിയ ഭാരപ്പെട്ട കാര്യങ്ങളുള്ളതുകൊണ്ട്. എന്നാൽ അങ്ങനെ ഞാൻ പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസ ശേഷം ജോലി ഒക്കെ പഠിച്ചു, പ്ലംബിംഗ് എന്ന് പറഞ്ഞ ജോലി ചെയ്ത് പഠിച്ച് അത് മസ്കറ്റിന് പോകാൻ വേണ്ടി പാസ്പോർട്ടൊക്കെ എടുത്ത് 1985 വീണ്ടും ഞാൻ ജോലി ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേന് പെട്ടെന്ന് എനിക്ക് ഒരു മഞ്ഞപ്പിത്ത രോഗിയായി. 2-3 ദിവസങ്ങളായിട്ട് എനിക്ക് രോഗം എന്തെന്നറിയാതെ 3-ാം ദിവസം നോക്കിയപ്പം ശരീരമെല്ലാം മഞ്ഞ നിറമായി. ഞാൻ മരണത്തോടടുത്തിങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോൾ ഒരു രാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ചു, നീ എൻ്റെ വേലയ്ക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇനിയൊരു ജീവനുള്ളൂ, അല്ലെങ്കിൽ നീ ഇതോടുകൂടെ ലോകത്തിൽ മാറ്റപ്പെടുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ആ ദൈവത്തോട്, കർത്താവെ എവിടെ അയച്ചാലും ഞാൻ എൻ്റെ വേലയ്ക്ക് വേണ്ടി പോയിക്കൊള്ളാം എന്നുള്ള ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു. ആ രോഗത്തോടുകൂടെയാണ് ഞാൻ ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യ ബൈബിൾ കോളേജിൽ കൊച്ചിയിൽ പഠിക്കാൻ വേണ്ടി കടന്നു പോകും. പക്ഷേ ഈ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? പഠിച്ചതും ഒക്കെ ആ കാലഘട്ടത്തിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യയായി ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ രോഗിയായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഇവിടുന്ന് മഞ്ഞപ്പിത്ത രോഗം വന്നുകൊണ്ട് ഒരുപാട് ഈ ചൂടുള്ള ആഹാരം കഴിക്കരുത്, അതുപോലെ മറ്റ് പലതിനും നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വിട്ടെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ എനിക്ക് വേണ്ടി മാത്രം അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ അത് ഭക്ഷിച്ച് യാതൊരു കുഴപ്പവുമില്ലാതെ 2 വർഷം. പക്ഷേ ആ പഠനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി വളരെ ഫീസ് കൊടുക്കാനില്ലെങ്കിലും വളരെ പ്രതികൂലത്തിലാണ് പഠിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് കാരണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തിൽ നിന്ന് എല്ലാവരും ഒരു ദിവസം ഒരാഴ്ച ഒരു ക്രിസ്മസ് അവധിക്ക് എല്ലാവരും നാട്ടിൽ പോയി. അന്ന് 5 രൂപ മതി എറണാകുളം കോട്ടയം ഷട്ടിലിന് വരാൻ. അതില്ലാതെ ഞാനവിടെ ഒരു ഇരുട്ടത്ത് ഒറ്റയ്ക്ക് റൂമിൽ തന്നെ ഇരുന്നു. അപ്പോൾ സാറ് വന്ന് നോക്കി, ഞങ്ങളുടെ പ്രിൻസിപ്പൾ ജേക്കബ് പത്തായി സാർ വന്ന് നോക്കിയപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സന്ധ്യയായിട്ടും പോകാതിരിക്കുന്നു. അദ്ദേഹം എന്നോട് എന്താ പോകാഞ്ഞെന്ന് ചോദിച്ചില്ല. അദ്ദേഹം എന്നെ വളരെ സ്നേഹിക്കുന്നതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വെളിയിലെല്ലാം കൊണ്ടുപോയിട്ട് എൻ്റെ ഒരല്പം പൈസ തന്നു, ഇത് കൈ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിലേക്ക് പോരുന്നു. അത്രമാത്രം സാമ്പത്തിക, അതുപോലെ ഒരു പേന വാങ്ങിക്കാൻ, പേപ്പർ വാങ്ങിക്കാനൊക്കെ പേനയില്ലാതെ ഞാൻ ചില ദിവസങ്ങളിൽ എക്സാം എഴുതാതെ നോട്ട് എഴുതാതെ ക്ലാസ്സിൽ ഇരുന്ന് കുട്ടികൾ പിന്നെ അടുത്തിരിക്കുന്നവർ ചോദിച്ച് അങ്ങനെ തരാം. അങ്ങനെ മാത്രം ബുദ്ധിമുട്ടിയാണ് വന്നത്. ആ 2 വർഷം കൊണ്ട് ഞാൻ പഠനം നിർത്തി. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അനുഭവം കൂടെ പറയാനുണ്ട്. ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആ നാളുകളിൽ എന്നോട് ദൈവശബ്ദം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ചർച്ചിൽ വന്ന ഒരു ദൈവദാസൻ ദൂരെ നിന്ന് ഉപവാസപ്രാർത്ഥനയ്ക്ക് വന്നതാണ്. ആരാധന ഇടയ്ക്ക് എന്നോട് വിരൽ ചൂണ്ടിയിട്ട് ഈ പൈതലൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ഇപ്രകാരം ഒരു ദൈവാലോചന പറഞ്ഞു, ഈ പൈതലിനെ ദൈവം സുവിശേഷമായി ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ ദൈവം അയക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് ഒട്ടും വിശ്വസിക്കാതെയാണ് മുമ്പോട്ട് നീങ്ങിയത്. കാരണം ഞങ്ങളുടെ കോട്ടയം പോലും കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളും പോലും കണ്ടിട്ടില്ലാത്ത, എനിക്കത് സാധിക്കുവാൻ എൻ്റെ കുടുംബ പശ്ചാത്തലവും എല്ലാം വെച്ച് നോക്കുമ്പോൾ യാതൊരു കാരണവശാലും ഇവിടം വിട്ടു പോകാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സന്ദർഭമായിരുന്നു. എന്നാൽ എൻ്റെ പഠനം കഴിഞ്ഞ ഉടനെ എൻ്റെ ഒരു സ്നേഹിതൻ കാശ്മീരിലുണ്ടായിരുന്നു. ജോൺ, നീ കേരളത്തിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ പട്ടാങ്കോട്ടെ PG വരീസിൻ്റെ സ്കൂളിൽ 3 മാസം ഹിന്ദി അഭ്യസനത്തിനായിട്ട് ചേർന്ന് പിന്നീട് ജമ്മു കാശ്മീരിൽ പ്രവർത്തനത്തിനായിട്ട് അവിടെ PG വരീസിൻ്റെ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനോട് ചേർന്ന് അവിടെ ഗ്രാമപ്രദേശങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ ഈ 2 പേരെ വീതം ഓരോ ഗ്രാമത്തിലാക്കും. ഞങ്ങൾ രാവിലെ റൊട്ടിയോ വല്ലതും ഉണ്ടായി കഴിച്ചിട്ട് ഹോസ്പിറ്റൽ പാക്കറ്റുമായി 10-20 കിലോമീറ്റർ ഗ്രാമങ്ങളിലേക്ക് സൈക്കിളിൽ ചവിട്ടിപ്പോവും. ഹിന്ദി ശരിക്കും അറിയത്തില്ലെങ്കിലും ഈശോ മശി മാരാ രക്ഷകെ എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങളും ട്രാക്റ്റുകളും വിതരണം ചെയ്ത് ഉച്ചയ്ക്ക് ആഹാരമില്ല, വൈകുന്നേരമേ തിരിച്ചു വരത്തുള്ളൂ. ഇന്ന് ഒരു വഴിക്കാണ് പോകുന്നെങ്കിൽ നാളെ മറ്റൊരു വഴിക്ക്, ഇങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പോലും വെറുതെ ഇരിക്കാതെ. ജമ്മുവിലെ എന്ന് പറഞ്ഞാൽ ചൂടായിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂട്, ബ്ലഡ് മൂക്കിൽ കൂടെ വരും ആദ്യമൊക്കെ ചെല്ലുന്നവർക്ക്. തണുപ്പായിക്കഴിഞ്ഞാൽ മെറ്റിലിൻ്റെ വലിപ്പത്തിൽ ചിലപ്പോൾ ഐസ് വീഴുന്ന തണുപ്പ്.
പക്ഷേ ഇതൊന്നും വകവെക്കാതെ ചൂടും തണുപ്പും എല്ലാം സഹിച്ച് എല്ലാ ദിവസവും ഞങ്ങൾ ഓരോരോ ഗ്രാമത്തിലേക്ക്, അന്ന് അവിടെ അധികം പ്രവർത്തകരില്ല, ഇന്ന് ജമ്മു കാശ്മീരിൽ ഒത്തിരി സഭകളും പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ 1989 മുതൽ 96 വരെയുള്ള വർഷങ്ങൾ ആ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു. പിന്നീട് പാസ്റ്റർ ഈ പഞ്ചാബിലേക്ക് പോകാനായിട്ടുള്ളൊരു തീരുമാനം, ഇപ്പോൾ പഞ്ചാബിലാണല്ലോ പാസ്റ്റർ പ്രവർത്തിക്കുന്നത്, പഞ്ചാബിലേക്ക് പോകാനുള്ളൊരു തീരുമാനത്തിൻ്റെ പിന്നിൽ എന്താണ് അതൊരു ഘടകം? ജമ്മു കാശ്മീരിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവും മാതാവും തനിയേ ഉള്ളൂ, ഒരു 4 സിസ്റ്റേഴ്സാണ്. അവരൊക്കെ വിവാഹം കഴിച്ചും ഒക്കെ പലയിടങ്ങളിലേക്ക് പോയി. അപ്പോൾ അവർ മാതാപിതാക്കൾ തനിച്ചായിരുന്നു ഇവിടെ. അപ്പോൾ അവർക്ക് 85 വയസ്സൊക്കെ പിതാവിന് ആയി. അങ്ങനെ വന്ന സന്ദർഭത്തിൽ അവർ തനിയുള്ളല്ലോ, കാരണം ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയത് ഓർക്കുമ്പോൾ അവരോട് കുറച്ച് നാൾ പാർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നാട്ടിലേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വന്നു. ഇവിടെ അവരോടൊപ്പം താമസിച്ച് ഞാൻ ബഥേൽ ഗോസ്ബൽ അസംബ്ലി എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് കുറേ നാളുകൾ 4 വർഷം സുവിശേഷീകരണ പ്രവർത്തനമായി കേരളത്തിൽ നിന്നു. അങ്ങനെ അവരുടെ മരണശേഷമാണ് പിന്നീട് എൻ്റെ നേരെയുള്ള സഹോദരി ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് ആ സഹോദരിയും മറ്റൊരു സഹോദരിയും കൂടെ അവർ വിവാഹമൊന്നും വേണ്ട എന്നും പറഞ്ഞ് പഞ്ചാബിലെ ഒരു ഗ്രാമത്തിൽ പോയി ഒരു പ്രവർത്തനം ആരംഭിച്ചു. ഞാൻ ആ മാതാപിതാക്കളുടെ മരണശേഷം ആ പ്രവർത്തനത്തോട് ചേർന്ന് നമുക്ക് സ്വന്തമായിട്ട് നിന്ന് പ്രവർത്തിക്കാം, വിശ്വാസത്താൽ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ആ വലിയ വിശ്വാസത്തോടെ ആ പഞ്ചാബിലെ പ്രവർത്തനം ലുധിയാനയിലെ, അവിടുന്ന് ലുധിയാന സിറ്റിയിൽ നിന്നും 15 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി താജ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതുപോലെ ബാബിയാൻ, ഈ ഗ്രാമങ്ങളിൽ ഞങ്ങൾ പ്രവർത്തനം, അങ്ങനെയാണ് പഞ്ചാബിലെ പ്രവർത്തനവുമായി ബന്ധപ്പെടുവാണ്ടായിത്തീർന്നത്. ഇപ്പോൾ എത്ര നാളായിട്ട് പഞ്ചാബിൽ പ്രവർത്തിക്കുന്നു? ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞു. അവിടെ ഏത് ചർച്ചുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, അതോ പാസ്റ്ററുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ്? ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മോറിയ ഗോസ്ബൽ മിഷൻ എന്നുള്ള ഒരു പ്രവർത്തനം ഞങ്ങളിവിടെ രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഇതായിട്ടാണ് നമ്മളിപ്പോൾ അവിടെ വർക്ക് നടക്കുന്നത്. ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചാബിൽ ചെയ്യുന്നത്? ഇപ്പോൾ ഞങ്ങൾ വീടുകളിലെല്ലാം കടന്നുപോയി സുവിശേഷം പറഞ്ഞ്, ഇപ്പോൾ തന്നെ എൻ്റെ സഹോദരിമാർ, ആ 2 സഹോദരിമാർ തന്നെ 10-60 പേരെ അവിടെ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ അവർ സ്നാനപ്പെടുവാനും ദൈവസഭയോട് ചേരുവാനും ഇടയായി തീർന്നു. പിന്നീട് സഹോദരിമാരവിടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് ഞാൻ 1-2 ആഴ്ചയിൽ പോയി തങ്ങിയിട്ട് ഞാൻ സാധാരണ തിരിച്ചു പോരുകയാണ്. എൻ്റെ കൂടെ പോരുമ്പോഴൊക്കെ ഇവിടുന്ന് 1-2 ദൈവദാസന്മാരിനോടുകൂടെ അവിടെ പോരുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ കുമളി IPCയിൽ, വാളാടി IPCയിൽ പെട്ട സഭയിലുള്ള ഒരു യൗവനക്കാരനും അദ്ദേഹത്തിൻ്റെ വൈഫും, 2 പേരും ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണ്. വൈഫ് ബീഹാറിൽ വർക്ക് ചെയ്തതാണ്. അവർ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ അവിടെ പ്രവർത്തനം നമ്മൾ ജോയിൻ ചെയ്തു. അവിടെ അവരും കൂടെ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഈ പഞ്ചാബിൽ പൊതുവെ ഈ വലിയൊരു ഉണർവ് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ ബൈജേന്ദറിൻ്റെ നേതൃത്വത്തിൽ മറ്റ് അങ്കൂർ നറോള, ഇപ്പോൾ പഞ്ചാബിൻ്റെ ഒരു പൊതുവെ ഒരു സ്ഥിതി എന്താണ്? സുവിശേഷ പ്രവർത്തന രംഗങ്ങളിലും അതോടൊപ്പം നിരവധി ആളുകൾ സിഖ് മതത്തിൽപ്പെട്ടവർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നു, ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ടവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ ഒരു വലിയ ഒരു ഉണർവ് അവിടെ നടക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പാസ്റ്റർക്ക് പറയാനായിട്ടുള്ളത്? പഞ്ചാബികളെ സംബന്ധിച്ചിടത്തോളം അവർ സത്യദൈവ വിശ്വാസികളാണ്. അവർക്കൊരു വിഗ്രഹാരാധനയില്ല. അവർ സത്യദൈവത്തെ അന്വേഷിക്കുകയും സത്യദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വേഗം സത്യമാർഗം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത്, കാരണം അവിടുത്തെ ഒരു സിഖുകാരൻ പറഞ്ഞ ബൈബിളിലെ കുറേ ഭാഗങ്ങളൊക്കെ അവരെ മതഗ്രന്ഥത്തിൽ, ഇപ്പം നമ്മൾ തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ വയൽ കൊയ്യുമ്പോൾ അരികിൽ ഇത് പരദേശിക്ക് വിട്ടുകൊടുക്കണം. ഇപ്പോഴും ഇപ്പം ഗോതമ്പ് കൊയ്ത്തിൻ്റെ സമയമാണ്, കൊയ്ത്ത് തുടങ്ങി. ആ സമയത്തൊക്കെ അവർ ആ വയലിൻ്റെ അരികൊന്നും കൊയ്യാറില്ല. അവിടുന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം സഞ്ചിയോ ചാക്കോ ഒക്കെ ആയിട്ട് വന്ന് പാവപ്പെട്ടവരെല്ലാം അത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പിന്നെ ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം. ഇങ്ങനെയൊക്കെ വന്ന് യേശുക്രിസ്തുവിൽ കൂടിയുള്ള നിത്യജീവനെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സഹോദരിമാർ തന്നെ അവർ വർക്ക് ചെയ്തിട്ട് പ്രവർത്തിച്ചിട്ട് തന്നെ ഇത്രയും ഒരാൾക്കാരെ അവർ രക്ഷയിലേക്ക് നയിക്കുവാനിടയായി തീർന്നു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിൽ കൂടിയുള്ള രക്ഷയും നിത്യജീവനും പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിച്ച ഉടനെ സൗഖ്യം പ്രാപിക്കുമ്പോൾ ആ കർത്താവിന് അവർ നന്ദി പറഞ്ഞ് അവർ ദൈവസ്ഥനിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരികയാണ്. അങ്ങനെയാണ് അവിടുത്തെ സഭകളെല്ലാം വളരുന്നത്.
അപ്പോൾ ഇപ്പോൾ അവിടെ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് പാസ്റ്ററുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്? നമുക്കിപ്പോൾ നമ്മൾ അടുത്ത ഗ്രാമങ്ങളിൽ, ഒരുപാട് ഗ്രാമങ്ങളിൽ വിശേഷം കേൾക്കാത്ത ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഞങ്ങൾ ചിലപ്പോൾ 5 കിലോമീറ്റർ അപ്പുറത്തൊരു ഗ്രാമത്തിലൊക്കെ നടന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വാഹന സൗകര്യങ്ങൾ ഗ്രാമപ്രദേശങ്ങളില്ല. അവിടുത്തുകാരൊക്കെ വല്ല ട്രക്കിനോ, സ്ത്രീകളൊക്കെ ആണെങ്കിലും അവരാര് വാഹനത്തിന് കൈ കാണിച്ചാലും എത്ര വലിയവനാണെങ്കിലും നമ്മളിവിടുത്തെ പോലെയല്ല, അവർ നിർത്തി അവരെ കയറ്റിക്കൊണ്ട് പോകും. ദീർഘദൂരം നടന്നു പോകുന്നവരുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ട്രക്ക് വന്ന് കൈ കാണിച്ചാൽ ഇന്നലെ അവരെ നിർത്തി അവരെ കയറ്റി കഴിഞ്ഞ് ബൈക്കാണെങ്കിലും അങ്ങനെയൊക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു വാഹനമില്ലാത്തത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കൊരു വാടക കെട്ടിടത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കൊരു ആരാധനാലയം അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്കുള്ള സ്വന്തമായ സ്ഥലമുണ്ട്. കുറച്ച് ആൾക്കാരും കൂടെ വരികയും വിടുകയൊക്കെ ചെയ്യാനുള്ള, ഇപ്പം പല സ്ഥലത്തും മാറി മാറി പോകുന്നതുകൊണ്ട് ആൾക്കാർ കൂടുതൽ താമസിക്കുന്നിടത്തുനിന്ന് പിന്നെ കുറച്ച് ദൂരമായിട്ട് മാറുമ്പോൾ അവർക്ക് വരാനുള്ള അസൗകര്യങ്ങളുണ്ട്. വാഹനമില്ലാത്തതുകൊണ്ടും നടന്നൊക്കെ വരുന്നു. എങ്കിൽ പോലും അതിനെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ അവർ കടന്നു വരികയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മറ്റ് എതിർപ്പുകളോ പ്രശ്നങ്ങളോ ഒന്നും നമുക്കവിടെ ഇല്ല. പിന്നെ നമ്മളൊരു ചേരി പ്രദേശത്തുള്ള 40 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകാത്തവരാണ്. രാവിലെ ചാക്കുമായിട്ട് അവരെ ഇങ്ങനെ വിടും. അവരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും യേശുവിനെക്കുറിച്ച് പറയുക. അപ്പോൾ തന്നെ അവരെ ഹിന്ദിയിലും എഴുതാനും വായിക്കാനും ഇംഗ്ലീഷിലും വായിച്ച് അവർ നല്ല രീതിയിൽ, മാതാപിതാക്കൾക്കെല്ലാം വലിയ സന്തോഷമാണ്. ഉച്ചകഴിഞ്ഞുള്ള സമയങ്ങൾ എല്ലാ ദിവസവും 2 മുതൽ അവർക്ക് വേണ്ടിയും ക്ലാസ് എടുക്കുന്നുണ്ട്. സുവിശേഷം അറിയിക്കുകയും അവർ ദൈവവചനം പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. പാസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതായത് പാസ്റ്ററുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ പാസ്റ്ററുടെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പറയാനായിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വിടുതൽ, വൻകാര്യങ്ങളെക്കുറിച്ച്. അങ്ങനെ 1-2 കാര്യങ്ങൾ ഈ കേൾക്കുന്നവരുടെ ഒരു ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി പറയാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ IET-ലാണ്, PG വർഗീസ് കർത്താവിൻ്റെ ആർഷൻ്റെ പ്രവർത്തനത്തോട് ചേർന്നാണ്. അപ്പോൾ അദ്ദേഹം ഓരോ സ്റ്റേറ്റിലും ഇങ്ങനെ സന്ദർശിച്ച ജമ്മു കാശ്മീർ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ തോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു, ബ്രദർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്പം പോലും സമയം കളയാതെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബ്രദറിനെ ഞാനൊരു പഠനത്തിന് വിടാമെന്ന് പറഞ്ഞ് യൂത്ത് വിത്ത് മിഷൻ എന്ന് പറഞ്ഞ ബൈവാം എന്ന് പറഞ്ഞ സംഘടനയിൽ അദ്ദേഹം പൈസ മുടക്കി എന്നെ ഹൈദരാബാദിൽ പഠനത്തിന് വിട്ടു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ 8 രാജ്യക്കാരുണ്ട്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, അമേരിക്ക, ജർമ്മനി, ഡെൻമാർക്ക് തുടങ്ങിയ സ്റ്റാഫുകളും ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നുള്ള വിദ്യാർത്ഥികളും എല്ലാം കൂടി ചേർന്നാണ്. അപ്പോൾ അവിടുത്തെ ഒരു പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഡിസൈപ്പിൾ ട്രെയിനിങ് കോഴ്സാണ്. DTS എന്നാണ് അതിൻ്റെ കോഴ്സിൻ്റെ പേര്. 6 മാസത്തെ കോഴ്സാണ്. 3 മാസം നമുക്ക് ലെക്ചർ ഫേസും പിന്നീട് പ്രാക്ടിക്കലുമാണ്, ഫീൽഡിൽ പോകണം. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ആദ്യം ഞങ്ങളെ പഠിപ്പിച്ചത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. അവർ പറയുന്നത് അതൊരു മിഷണറിയാണ്, വിദേശ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ഷായിപ്പാണ് പഠിപ്പിച്ചത്. അവർ പഠിപ്പിച്ച് നിങ്ങളുടെ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ആരോട് ചോദിക്കാൻ പാടില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ പൈസ ഉള്ള ആളോട് ദൈവം സംസാരിക്കും. എനിക്ക് ഈ ഫീസ് അല്ലാതെ ഒരു പൈസ പോലും PG വർഗീസിൻ്റെ ടീമിൽ തരത്തില്ല. ഫീസ് അവർ നേരിട്ട് അടച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ 10, 100, 150 രൂപ കയ്യിലുണ്ടായിരുന്നു. അത് അവിടെ ചെന്ന് ബുക്ക്, മറ്റു സാധനങ്ങൾ, അല്പം സോപ്പ് അങ്ങനെയുള്ളതെല്ലാം വാങ്ങിച്ചപ്പോൾ അതങ്ങ് തീർന്നു. അപ്പം ഞാൻ പിന്നീട് 5 പൈസ ഇപ്പം ഈ കോഴ്സുകൂടെ കഴിഞ്ഞപ്പോൾ, ഇങ്ങനെയുള്ള ടീച്ചിങ്ങൂടെ കഴിഞ്ഞപ്പോഴത്തിന് എൻ്റെ കൂടെ ഞങ്ങൾ ഒറ്റ മലയാളികളും അത്രയും പേരുണ്ടെങ്കിലും അവനും നല്ല സാമ്പത്തികമുള്ളവനാണ്. മറ്റുള്ളവരെല്ലാം ഇഷ്ടംപോലെ പൈസ ഉള്ളവർക്കേ അവിടെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇത്തിരി ആവശ്യങ്ങൾ അവിടെ തന്നെ ഉള്ളൂ. പക്ഷേ ഞാൻ അവിടെ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോഴെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും തീർന്നു, സോപ്പും എല്ലാം തീർന്നിട്ട് ഒറ്റ മാസം സോപ്പില്ലാതെ തുണി കഴുകേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ ഞാൻ കണ്ണുനീരോടിരുന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞാൻ എൻ്റെ ബൈബിൾ പുറത്ത് പോയി, അവിടെ മഹീന്ദ്ര ഹിൽസ് എന്ന് പറയുന്ന സെക്കന്ദരാബാദിൽ അവിടെ പോയി കുറേ നേരം കുന്നിൻ്റെ ചെരുവിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് കയറി വരുമ്പോൾ എൻ്റെ ബൈബിളിനകത്ത് ഇങ്ങനെ എന്തോ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ നോക്കിയപ്പോഴത്തിന് കുറച്ച് പൈസയും ഒരു കുറിപ്പും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കും, ജോൺ ദിസ് ഈസ് ഫോർ യു, ഗോഡ് സപ്ലൈ ഓൾ യുവർ നീഡ്സ്. അതാരാ വെച്ചെന്നില്ല. അപ്പം അങ്ങനെ ദൈവം ആ സമയം മുതൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനുള്ള ഭയങ്കരമായ അവിടെ പിന്നീട് തുറന്നുള്ള സമയങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതിരിക്കുമ്പോൾ ഓരോരുത്തർ കൊണ്ടുവന്ന് നമ്മൾ ഷർട്ട് ഊരിയിട്ടേച്ച് പോയ പോക്കറ്റിലോ ഇങ്ങനെയൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ.
അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി ജമ്മു കാശ്മീർ വിഭാഗം കഴിച്ച് പോയപ്പോൾ എനിക്ക് PG വറീസിൻ്റെ ഒരു പട്ടാളക്കാർ മാത്രമുള്ള നഗറോട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് ആർമിക്കാർ മാത്രമുള്ള ഒരു ചർച്ചിലാണ് നമുക്ക് ആദ്യത്തെ എനിക്ക് ചർച്ചിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അവിടെ മുഴുവൻ ആർമിക്കാരാണ്. അപ്പോൾ അവിടെ ആർമിക്കാർക്ക് ചർച്ചിലൊന്നും വരാൻ സമയമില്ല. എങ്കിലും ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവിടെ 10-25ഓളം പട്ടാളക്കാർ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. മലയാളികളായ പലരും ഉണ്ടായിരുന്നു, തമിഴ് ഉള്ളവർ, തെലുങ്ക് എന്നുള്ളവർ, ഇങ്ങനെയൊക്കെ ദൈവം ചെയ്തു. അപ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് ആത്മാക്കളെ ഒരുപാട് നേടാനുള്ള അവസരങ്ങൾ അപ്പോൾ തന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, അടുത്തുള്ള ഗ്രാമങ്ങളിൽ. എന്നാലും ഞാൻ വൈഫിനെ വീട്ടിലാക്കിയിട്ട് രാവിലെ സൈക്കിൾ ചവിട്ടി ഒറ്റയ്ക്ക്, കാരണം നമ്മളിവിടെ താമസിച്ചിട്ട് ഒരു ട്രാക്റ്റെങ്കിലും അടുത്ത ഗ്രാമത്തിൽ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ള ആത്മഭാരം കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് അന്ന് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ 16 സ്റ്റേറ്റുകളിൽ ഇന്ത്യയിൽ താമസിക്കുവാനും പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ദൈവാത്മാവ് അന്ന് 14-ാമത്തെ വയസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി. തുടർന്ന് നേപ്പാളിലും ഞാൻ കടന്നുപോയി. ബീഹാറിലും നേപ്പാളിലുമായിട്ട് വേണ്ട 20 പേരെ 2 സ്ഥലത്തായിട്ട് സ്നാനപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചു. അതുപോലെ അത്ഭുത രോഗശാന്തികൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എപ്പോഴും ഞാൻ സുവിശേഷം പറഞ്ഞിട്ടേ പ്രാർത്ഥിക്കാറുള്ളൂ. ആർക്കെങ്കിലും പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ യേശുവാണ് രക്ഷകനെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാറുള്ളൂ. യേശുവിൻ്റെ ക്രൂശമരണം അവരെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി യേശു നമുക്ക് വേണ്ടി രക്ഷിക്കുവാൻ യേശു പ്രാപ്തനാണെന്ന് പറഞ്ഞിട്ട് മാത്രം. ആ സമയങ്ങളിലൊക്കെ അത്ഭുതമായിരിക്കുന്ന വിടുതൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിലായാലും ഇതുപോലുള്ള ആത്മാക്കൾ വിടുവിക്കുന്ന കാര്യത്തിലായാലും ദൈവമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഈ കാലങ്ങളിലെല്ലാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞങ്ങൾ ആ ദൈവത്തിൽ അതുപോലെ ആശ്രയിച്ച് ആമേൻ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പഞ്ചാബിൽ സഹോദരിമാർ താമസിക്കും 3 മാസം വാടക കൊടുക്കാനില്ലാതെ അവർ ഇറക്കി വിടാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് ഇതുപോലെ എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുപോലെ മുഴങ്കാൽ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫേസ്ബുക്കിൽ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു, നീ എവിടുത്തുകാരനാണ്, എന്താണ് ചെയ്യുന്നത്? അപ്പം അങ്ങനെ അത് നമുക്കൊരിക്കലും അറിയാൻ വയ്യാത്തൊരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു ഉടനെ ഞങ്ങൾക്ക് 1 വർഷത്തേന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒടുവിൽ അദ്ദേഹം 1 വർഷമായപ്പം പറഞ്ഞു, 1 വർഷം നിന്നെ സപ്പോർട്ട് ചെയ്യാനാണ് ദൈവം പറഞ്ഞത്, അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണെന്ന് പറഞ്ഞു. താങ്ക്സ് പറഞ്ഞ് അങ്ങനെയാണ് ദൈവം ഇന്നും ഓരോരോ ജീവിതത്തിൽ ഞങ്ങളുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ള ടാലൻറ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ദൈവം വിവിധങ്ങളായ കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ള ഈ ദാനങ്ങൾ, അതായത് ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് പാസ്റ്റർക്ക് മനസ്സിലായിട്ടുള്ളത്? എനിക്ക് മനസ്സിലായ ചർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രിയെക്കുറിച്ചുള്ള ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഒരു സഭാപ്രവർത്തനം എനിക്ക് വേണ്ട, ഞാൻ സുവിശേഷകനായിട്ടിരുന്നോളാം. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എന്നെ ഒരു സഭാ ശുശ്രൂഷയ്ക്ക് ഞങ്ങളുടെ സാറാക്കി. അപ്പോൾ എനിക്കത് ഉറപ്പിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നീട് ഇപ്പോഴാണെങ്കിലും ജമ്മു കാശ്മീരിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിലും പലയിടങ്ങളിലും സഭകൾ സ്ഥാപിക്കുവാനും, അപ്പോൾ ഒരു സഭാ സ്ഥാപനത്തിൻ്റെ ഒരു ഗിഫ്റ്റ് എന്നിലുണ്ടെന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തരുവാണ്ടേയായി തീർന്നു. അതുപോലെ തന്നെ ഷോർട്ട് മെസ്സേജുകൾ എനിക്ക് പറയാൻ ദൈവാത്മാവ് തന്നിരിക്കുന്നു. അതെനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട്, കാരണം ഞങ്ങളവിടെ പ്രവർത്തിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ വിദേശത്തിന് ടീമുകൾ വരുമായിരുന്നു. അപ്പോൾ അവർ എന്നോട് ചോദിക്കും, ജോണെ നിനക്ക് എങ്ങനെ ഈ പബ്ലിക്കായിട്ട് ചെറിയ മെസ്സേജുകൾ പറയാൻ? ഞാൻ പറഞ്ഞ ദൈവം തന്ന ഒരു പ്രത്യേക കഴിവാണ്. അങ്ങനെയുള്ള പിന്നെ ഒത്തിരി സമയങ്ങൾ ഞാൻ ഇന്നലെ രാത്രി 1 മണിക്കൂർ, ഒരു 11 മണി തൊട്ട് 12 വരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കും. അല്ലാതെ പൊതുവിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന എന്നും ഉണ്ട്. അതുപോലെ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ ആദ്യം പഠിപ്പിച്ച പോലെ ആ പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു മാറ്റം, അതൊരു കൃപാപരമായിട്ട് ഞാൻ കാണുകയാണ്. പിന്നെ എനിക്ക് ലഭിക്കുന്ന നന്മകളൊക്കെ ഞാൻ എല്ലാ ദൈവദാസന്മാർക്കും, സുവിശേഷ വേല കൊണ്ട് ഞാനൊന്നും ഒരിക്കലും നേടാൻ നമുക്ക് ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ 1 പൈസ പോലും എനിക്ക് സുവിശേഷ വേലയ്ക്ക് തരുന്നത് അത് സമ്പാദിച്ചു വെക്കണമെന്നുള്ള ഒരിക്കലും വേണ്ടെന്നുള്ള ചിന്തയാണ്. അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ളൊരു ഗിഫ്റ്റ് ദൈവം എനിക്ക് തന്നിട്ടുണ്ടെന്നുള്ള ഒരു നല്ല ബോധ്യം എൻ്റെ ജീവിതത്തിലുണ്ട്. അതിപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പാസ്റ്ററുടെ ഈ ജീവിത വിജയത്തിൽ പാസ്റ്റർ ഓർക്കുന്ന ചില മുഖങ്ങളുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണ്? ചിലപ്പോൾ നമ്മുടെ അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആരംഭ കാലഘട്ടങ്ങളിൽ നമ്മളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സഹായിച്ചിട്ടുള്ളവരായിരിക്കാം.
അപ്പോൾ ഇന്ന് പാസ്റ്റർ ഇപ്പോൾ എത്ര നാളായി സുവിശേഷ വേല ചെയ്യുന്നത്? ഞാൻ 35 വർഷമായിട്ട് സുവിശേഷ വേല ചെയ്യുമ്പോൾ ഇത്രയും ഒരു സക്സസ് ആയി അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യാൻ കഴിഞ്ഞതിൽ അതിൻ്റെ പിന്നിൽ ചില വ്യക്തികളുടെ പരിശ്രമമുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്, അവരുടെ ഉപദേശങ്ങളുണ്ട്. അതാരെയൊക്കെയാണ് പാസ്റ്റർ പ്രധാനമായിട്ട് ഓർക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഫസ്റ്റിൽ പറയാനുള്ളത് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. കാരണം ഞാൻ ജോലി ചെയ്തൊക്കെ വന്ന് രാത്രി നല്ല കഠിനാധ്വാനം കഴിഞ്ഞ് വന്ന് ഉറങ്ങുമ്പോൾ അപ്പനും അമ്മയും ഇരുന്ന് ഏങ്ങലടിച്ച് കരയുന്ന കേട്ടിട്ട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കും, ദൈവമേ ഇവനെ ഇങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി അല്ലല്ലോ, അതുകൊണ്ട് നീ എത്രയും വേഗം അവനെ എൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി നാളുകൾ എൻ്റെ ശുശ്രൂഷയ്ക്ക് വന്നു കഴിഞ്ഞു. ആ പ്രാർത്ഥനാ ജീവിതം എനിക്ക് വളരെ കോട്ടയം അനുഗ്രഹമായിരുന്നു. അതുപോലെ ഞങ്ങൾ സഭയിൽ ദൈവാർഷൻ അന്ന് ഞങ്ങളുടെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ AG-യിലാണ് പോയിക്കൊണ്ടിരുന്നത്. EG ജോസ് എന്ന് പറയുന്ന ദൈവാർഷനായിരുന്നു. അദ്ദേഹം നല്ല സപ്പോർട്ട് അന്ന് നമുക്കുണ്ടായിരുന്നു. സഭയിലെല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഈ ബൈബിൾ കോളേജ് ചെന്ന് കഴിഞ്ഞാണെങ്കിലും ഞങ്ങളുടെ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഞങ്ങൾ അങ്കിളിനാണ് വിളിക്കുന്നത്, ജേക്കബ് മത്തായി സാർ ആൻറ്റിയും എനിക്ക് വളരെ പ്രോത്സാഹനവും, അദ്ദേഹം തന്നെ ബൈബിൾ സ്കൂളിൽ തന്നെ നിർത്താനൊരു ആഗ്രഹത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ ആലോചന ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ വടക്കേന്ത്യയിലേക്ക് പോയത്. അപ്പോൾ അവരെനിക്ക് ബൈബിൾ കോളേജ് വെച്ച് വലിയ സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ വടക്കേന്ത്യയിലായിരുന്നപ്പോഴൊക്കെ കത്തെഴുതുകയും എന്നെ എപ്പോഴും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനായിരുന്നു കർത്താവിൻ്റെ ആർഷൻ അസംബ്ലീസ് ബോർഡിൻ്റെ ഇപ്പോഴത്തെ സൗത്ത് ഇന്ത്യ ജനറൽ സെക്രട്ടറി അയക്കുന്ന പാസ്റ്റർ KJ മാത്യു അവർ, KJ മാത്യു സാറ്. അദ്ദേഹം വളരെ പിന്നെ ഞാൻ IT ചെന്ന് കഴിഞ്ഞപ്പോൾ PG വർഗീസ് സാറെ അതുപോലെ ജോൺ ബോൾ എന്നൊരു പാസ്റ്ററാണ് എനിക്ക് വൈവാമിൽ പോകാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും അദ്ദേഹം എനിക്ക് വളരെ സഹായമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ മലബാറിൽ താമസിക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ ഒത്തിരി സ്റ്റേറ്റുകളിൽ അദ്ദേഹം താമസിക്കുകയും വൈവാമിൽ അധ്യാപകനും കൂടെയാണ്. അദ്ദേഹം എനിക്ക് വളരെ പ്രയോജനമായിരുന്നു. പിന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൈഫും പിള്ളേർ പ്രായം ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാം നമുക്ക് പിന്നിൽ എൻ്റെ സഹോദരിമാരും എല്ലാം സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം നമുക്ക് വളരെ പ്രയോജനം, മുമ്പോട്ട് പോകാനുള്ള പ്രയോജനമായിരുന്നു. സുവിശേഷ വേലയ്ക്ക് വന്നതിന് ശേഷം പട്ടിണി അനുഭവിച്ചിട്ടുണ്ടോ? ജമ്മു കാശ്മീരിൽ ഞങ്ങൾ 3 ദിവസമൊക്കെ ആഹാരമില്ലാതെ കഴിഞ്ഞിട്ടുണ്ട്. അത് ആഹാരം മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? പൈസ ഇല്ലാഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഈ ഗ്രാമങ്ങളിൽ താമസിക്കുമ്പോഴത്തിന് ഈ PG വർഗീസ് സാറിനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ലെങ്കിലും അവരുടെ ഒരു ഫാമിലി സപ്പോർട്ടുണ്ട്. അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തിന് ചുരുക്കം ചെറിയൊരു തുകയെ കിട്ടത്തുള്ളൂ. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ടൈത്ത് അത് കേന്ദ്ര ഓഫീസിൽ കട്ടി 2000 രൂപയാണ് തരുന്നെങ്കിൽ 200 രൂപ ടൈത്ത് കൊടുക്കും. അതെ, ബാക്കി 1800 രൂപ ഉണ്ടല്ലോ. അന്ന് ഞങ്ങൾക്ക് 900 രൂപ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്. അതിൻ്റെ 90 രൂപ ഡൽഹി കട്ട് ചെയ്യും. ബാക്കി വരുന്നത് സ്റ്റേറ്റ് കോർഡിനേറ്റർ കയ്യിലാണ്. അതെല്ലാ മാസവും മാസയോഗമുണ്ട്, ഏതെങ്കിലും ചർച്ച വെച്ചായിരിക്കും. അത് 2 ദിവസമാണ് മാസയോഗം. അപ്പം അവിടുത്തെ ചിലവ് നമ്മൾ ഇതിൽ നിന്ന് കൊടുക്കണം. പിന്നെ അതിൻ്റെ ദശാംശം സ്റ്റേറ്റ് കോർഡിനേറ്റർ കൊടുക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ 350 വണ്ടിക്കൂലി എല്ലാം കഴിഞ്ഞ് വരും. അല്ല, അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാസ്റ്റർ പറഞ്ഞത്. ഈ PG വർഗീസ് പാസ്റ്ററുടെ സഭയിൽ മാത്രമല്ല മറ്റുള്ള സഭകളിലൊക്കെ ഇത് തന്നെയാണ്. ഒരു സുവിശേഷകന് 900 രൂപ സപ്പോർട്ട് കൊടുത്താൽ ആ 900 രൂപയുടെ നിന്ന് 90 രൂപ ദശാംശം പിടിക്കും. അത് കഴിഞ്ഞ് സ്റ്റേറ്റിൻ്റെ ദശാംശം പിടിക്കും, പിന്നെ അത് സെൻറ്ററിൻ്റെ പിടിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ശമ്പളം ഉള്ളത് 900 രൂപയാണെങ്കിൽ കൈ കിട്ടുമ്പോൾ 300 രൂപയുള്ളൂ. അതല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ 300 രൂപ കൊണ്ട് ഒരു കുടുംബം കഴിഞ്ഞു പോകുമോ? ഒരിക്കലും കഴിഞ്ഞു. എന്നാൽ പിന്നെ എന്തിനാണ് ഈ 900 രൂപ ശമ്പളം കൊടുക്കുന്നത്? അതും ഒരു വലിയൊരു പോയിന്റാണ്. പിന്നെ എങ്ങനെയാണ് ഈ 300 രൂപ കൊണ്ട് ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത്? കഴിഞ്ഞത് എങ്ങനെയാണ്? 300 രൂപ കൊണ്ട് കഴിഞ്ഞ അന്ന് പിന്നെ വലിയ വിലയില്ല. പിന്നെ നമ്മൾ പല ആഹാരങ്ങളും വേണ്ടെന്ന് വെക്കും. ചുരുക്കമായിട്ട് നമ്മൾ ഏറ്റവും കഴിയും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കഴിക്കും, അത്രേ ഉള്ളൂ. നല്ലൊരു ആഹാരം കഴിക്കാനോ ഫ്രൂട്ട്സ്, അവിടെയൊക്കെ ചൂടായി കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കണം, തണുത്ത ആഹാരം കഴിക്കണം. തണുത്ത് കഴിക്കണമെങ്കിൽ ഫ്രിഡ്ജ് ആവശ്യമുണ്ട് നമുക്ക് എപ്പോഴും. വലിയ വെള്ളമാണേലും അതൊന്നും നമുക്കില്ല. അതായത് ഈ നോർത്ത് ഇന്ത്യൻ സുവിശേഷ വേലയിൽ ആളുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ സഭയുടെ നേതാക്കന്മാരുടെയിലൊക്കെ പണമുണ്ട്, അവർക്ക് വിദേശ വരുമാനങ്ങളുമുണ്ട്, അവർ വിദേശത്ത് പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളില്ല, അവർക്ക് പണവുമില്ല, അവർക്ക് മറ്റ് സപ്പോർട്ടുകളുമില്ല. അവർ പലപ്പോഴും നല്ല ആഹാരം കഴിക്കില്ല,
എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്താനുള്ള ആഹാരം മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു നല്ല പഴവർഗ്ഗങ്ങൾ മേടിച്ച് കഴിക്കും, അല്ലെങ്കിൽ ഇറച്ചിയോ മീൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. ഇത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ എത്ര നാൾ ഈ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു? നോർത്ത് ഇന്ത്യയിൽ തന്നെ 96 വരെ, 89 മുതൽ 96. അങ്ങനെ. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ സപ്പോർട്ടൊന്നും ഇല്ലല്ലോ. ഇവിടെ സഭകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഒരു വരുമാനം. അപ്പോൾ പാസ്റ്റർ ഇവിടെ താമസിച്ചുകൊണ്ട് പഞ്ചാബിലുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയാണല്ലേ? അതിപ്പം കുറച്ച് ആളുകളായിട്ട്. എന്നാലും ഞാനിപ്പോൾ ഡിസംബറിൽ നമുക്ക് ക്രിസ്മസിന് വലിയ മീറ്റിംഗ് ഉണ്ട്. ചിലപ്പം 150 പേര് ഗ്രാമവാസികൾ ക്രിസ്മസിന് അവിടെയുള്ള എല്ലാ ചർച്ചകളിലും പ്രവർത്തനം ഉണ്ടല്ലോ. അപ്പം ക്രിസ്മസ് മീറ്റിംഗ് ആയിട്ട് അവർ വരും, അവർക്കൊരു ഫുഡൊക്കെ കൊടുക്കും. അപ്പോൾ സുവിശേഷം പറയാൻ വേണ്ടി നല്ല ഒരവസരവും കൂടെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ജനുവരിയിലാണ് വന്നത്. മാർച്ചിൽ പോകാൻ വേണ്ടി, ഈ മാസം ഒടുവിൽ പോകാൻ വേണ്ടിയൊക്കെ റിസർവേഷൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രവർത്തനം ഉള്ളതുകൊണ്ട് അവിടെ വന്ന് കാണുന്നവർ ഒത്തിരി പേരുണ്ട്. ഇത് നേരാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ വന്ന് കണ്ട് വർക്ക് ചെയ്ത് അവിടെ നടന്ന് 2-3 കിലോമീറ്റർ നടന്നാണ് നമ്മൾ പോകുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ഈ നുണം നമ്മൾ പറഞ്ഞിട്ടേ വെറുതെ പറഞ്ഞിട്ട് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടൊക്കെ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെയുള്ളവർ ചെറിയ സപ്പോർട്ടുകൾ നമ്മൾക്ക് ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ പാസ്റ്റർ, ഇത്രയും നാളത്തെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതുതായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന സുവിശേഷ പ്രവർത്തകരോട് എന്താണ് പാസ്റ്റർക്ക് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഒരു സുവിശേഷകൻ എങ്ങനെയായിരിക്കണം? അന്നത്തെ സുവിശേഷ പ്രവർത്തനങ്ങളും, അതായത് ഈ 85 കാലഘട്ടങ്ങളിൽ പാസ്റ്റർക്ക് ഇറങ്ങിയ സമയത്ത് ഇപ്പോഴത്തെ ഒരു സുവിശേഷ പ്രവർത്തനം തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്? ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, പുതിയതായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ വേണ്ടി ആൾക്കാർ അങ്ങോട്ട് തയ്യാറാകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെല്ലാം പറയുന്നുണ്ടെങ്കിലും ഒരുപാട് ഗ്രാമങ്ങൾ പിന്നെയും ബാക്കി കിടക്കുകയാണ്. എത്രയോ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിലും അവരെ ഫീൽഡിൽ വിടാനോ അവർക്ക് സപ്പോർട്ട് കൊടുക്കാനോ ഒന്നും ആരുമില്ല. കാരണം അതുകൊണ്ട് അവർ പോകാനുണ്ട്. കാരണം മനുഷ്യന് പോയി പട്ടിണി കിടക്കാനൊക്കത്തില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ആഹാരം എപ്പോൾ എന്ത് കഴിച്ചാലും അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ്. അതുകൊണ്ടാണോ ഇനി മനുഷ്യൻ ഫീൽഡിലേക്ക് ഇറങ്ങാത്തതെന്ന് അറിയത്തില്ല. അത് തന്നെയല്ല, സാർ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ നേതാക്കന്മാർക്കെല്ലാം ഇഷ്ടംപോലെ പണമുണ്ട്. പക്ഷേ ഫീൽഡിൽ എൻ്റെ കൂടെ ഒരിക്കൽ യാത്ര ചെയ്തൊരു കർത്താവിൻ്റെ ദാസനെ പഞ്ചാബിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ, ജമ്മുവിലാണ്, ഇന്ന ഡിനോമിനേഷൻ ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിനോട് പറഞ്ഞു വളരെ ദാരിദ്ര്യം, ഇന്ത്യക്കാരനാണ്, ജമ്മു കാശ്മീരിന് ഹിന്ദു കുടുംബത്തിന് രക്ഷിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു ആകപ്പാടെ മാസം 2000 രൂപ വരും, വാടക ഉൾപ്പെടെ. അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഏതാണ്ട് കൂലിപ്പണിക്കൊക്കെ പോയും കൂടെ പുള്ളി നല്ല ഒരു ഹിന്ദു കുടുംബത്തിന് രക്ഷിക്കപ്പെട്ട ഒരാളും കൂടെയാണ്. പിന്നെ ദൈവം നമ്മളെ രക്ഷിക്കുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ നിന്ന് പോവുക. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വസ്ത്രമോ അല്ലെങ്കിൽ നല്ല ഒരാഹാരമോ കൊടുക്കാനില്ലാതെയൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് ദൈവദാസന്മാർ ഉണ്ട്. കാരണം എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആൾക്കാർ ഇറങ്ങണം. കാരണം എല്ലാ രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകപ്പയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. അവർ പോവേണ്ടതാണ്. പക്ഷേ അവർക്ക് ആവശ്യമായ സപ്പോർട്ടുകളും പ്രാർത്ഥനകളും എല്ലാം അതിൻ്റെ പിന്നിൽ ആവശ്യമാണ്. അത് കൊടുക്കാനായിട്ട് പണം നമ്മുടെ രാജ്യത്തുണ്ട്, ആൾക്കാരുടെ കയ്യിലുണ്ട്. പക്ഷേ അവരെല്ലാം ലക്ഷറി ലൈഫിൽ ഭയങ്കരമായ നിലയിൽ ജീവിച്ചു വരികയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ അവരെ എല്ലാ നിലയിലും ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, നീ പൊയ്ക്കോ എന്ന് പറയാതെ തന്നെ ഉള്ളവർ അല്ലേ, നമ്മളതൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് അവരെ അയക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊരു അനുഭവ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ചില കാര്യങ്ങളോട് എനിക്ക് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു, ഇന്ന കാര്യങ്ങളും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എനിക്കെൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒന്നാമത്തെ കാര്യം, ഇവിടെയൊക്കെ ഈ പീഡനങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോഴോ ഉടനെ രാഷ്ട്രീയക്കാരെ ചെന്ന് കാണുക, രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിക്കുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സാഹചര്യം നമുക്കറിയാമല്ലോ. ഇതെല്ലാം വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിന് ഒരു വിരുദ്ധമാണോ എന്ന് എനിക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, അല്ലേ? എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്, ന്യായമായിട്ട് നമുക്ക് അതിന് അവകാശങ്ങളുണ്ട്. അത് നേടിയെടുക്കുവാൻ കഴിയുമ്പോൾ തന്നെ ഒരു വൈരാഗ്യ തലത്തിലേക്ക് പോകാതെ, അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അവിടെ സുവിശേഷം പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഒരിക്കലും ഈ ആത്മീയ നേതൃത്വം ഒരു ഇടപെടൽ നടത്താതെ
നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മുഴങ്കാൽ മടക്കി കണ്ണീരോടെ പ്രാർത്ഥിച്ച് ദൈവം ഒരു അത്ഭുതം ചെയ്യുന്ന നിലവാരത്തിലേക്ക് ആത്മീയ ശുശ്രൂഷകളും ആത്മീയ ഗോളവും പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം രാഷ്ട്രീയമായിട്ടിത് കൂട്ടി ഇന്നും ഞാൻ ചിലതിനൊക്കെ അഭിപ്രായം ഫേസ്ബുക്കിൽ എഴുതേണ്ടി വന്നതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ വിട്ടുകളഞ്ഞ പലതും അകത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവശക്തിയും ദൈവകൃപയും നഷ്ടപ്പെട്ടു പോയി. സഭകളിൽ അന്ന് പാവപ്പെട്ട കുറച്ച് പേർക്ക് മാത്രമേ പണമില്ലാതുള്ളൂ. ബാക്കി ഒരുവിധപ്പെട്ടവർക്കെല്ലാം 10, 15, 20 ലക്ഷം രൂപയുടെ കാറുകളും ഉന്നതമായ വീടുകളും ഇഷ്ടംപോലെ പണമുണ്ട്. അതുള്ളവർക്ക് തന്നെ പിന്നെയും കൊടുക്കുക. പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായി ജീവിക്കുക. ഇന്നും ഇവിടുത്തെ വലിയ ഡിനോമിനേഷനിൻ്റെ അംഗമാണ് അഭിമാനിക്കുന്ന പലർക്കും വീട് പോലും ഇല്ല, വാടകയ്ക്കും കഴിയുന്ന അല്ലേ. നല്ലൊരു സഭാഹോൾ ഇല്ലാത്ത എത്രയോ ദൈവമക്കൾ അവർ കൂലിപ്പണി ചെയ്ത് കൊണ്ടുവന്ന് ഇതൊക്കെയുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ട് അപ്പോൾ അതൊക്കെ ദൈവികമാണോ എന്ന് ഞാൻ പലപ്പോഴും, കാരണം കർത്താവ് പറഞ്ഞ് രണ്ടും ഉള്ളവൻ എന്ത് ചെയ്യണം, ഇല്ലാത്തവന് കൊടുക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച കർത്താവ്. ആ പഠിപ്പിക്കൽ ഇന്നും മാറ്റമില്ലല്ലോ. ദൈവത്തിന് യേശുക്രിസ്തു പറഞ്ഞതാണ്. പൗലൂസോ ശീലാസോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യമല്ല, യേശു പറഞ്ഞ കാര്യമാണ് നമ്മൾ യഥാർത്ഥമായിട്ട് ചിന്തിക്കുകയും സുവിശേഷങ്ങൾ ഇന്ന് പ്രസംഗിക്കുകയും അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യണം. പണ്ടൊക്കെ സ്നേഹത്തോടും ഒരുമയോടും ഒരു പാത്രത്തിൽ നിന്നൊക്കെ ഭക്ഷിച്ച് കഴിഞ്ഞവർ അതെല്ലാം മറന്ന് സാമ്പത്തികമായ ഉയർച്ചയും ഉന്നതി ഉണ്ടാകുമ്പോഴത്തേന് അല്ലേ അവരുടെ കാര്യങ്ങൾ മാത്രം സ്വസ്നേഹികളായി തീരുന്നൊരവസ്ഥ ഇന്ന് പെന്തക്കോസ്ത് ഗോളത്തിൽ അല്ലെ ആത്മീയ ഗോളത്തിലുണ്ട്. അതിനൊക്കെ മാറ്റം വരണമെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുകയും ദൈവനം പഠിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് പാസ്റ്ററുടെ ഭാവി പദ്ധതികളൊക്കെ? എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു 200 പേർക്ക് കൂടാവുന്ന ഒരു സഭ, അവിടെ സഭാ ഹോള് നമുക്ക് താമസ സൗകര്യത്തോടെ പണിയണം. അതിൻ്റെ വലിയ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്. അത് ദൈവം തീർച്ചയായിട്ടും തരൂ എന്ന്. കാരണം അതുപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? സ്ഥലങ്ങളില്ല. സ്ഥലം വാങ്ങിച്ചത് ഒരു ആരാധന ഹാള് പണിയണം. പണിത് നമുക്കിപ്പോൾ എനിക്കിപ്പോൾ 63 വയസ്സായി. അപ്പോൾ അതൊക്കെ കഴിയുമ്പം അവിടുത്തുകാരെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആരെയെങ്കിലും അത് കൈമാറി ആ ശുശ്രൂഷ മുമ്പോട്ട് പോകണം. ഞങ്ങൾക്കിപ്പോൾ അവിടെ തന്നെ 2-3 ഗ്രാമങ്ങളിലുണ്ട്. നമ്മളിവിടെ രക്ഷിക്കവിടെ സ്നാനപ്പെട്ട സഹോദരിമാരെയൊക്കെ ചില ഗ്രാമത്തിലേക്ക് വിവാഹം ചെയ്ത് അയക്കുമ്പോഴത്തിന് ഒരു സുവിശേഷകർ പോലും ഇല്ലാത്ത, ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത ഗ്രാമങ്ങളിലാണ് അവർ പോകുന്നത്. അപ്പോൾ അവർ ഞങ്ങളോട് അങ്ങോട്ട് ഒന്ന് ചെല്ല്, ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് നിങ്ങളൊന്ന് പ്രസംഗിക്കുക വരാൻ പറയും. പക്ഷേ നമുക്ക് എത്രയും ദൂരമൊക്കെ ആണ്ട് പലപ്പോഴും പോകാനുള്ള സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടൊക്കെ പോകാൻ കഴിയുന്നില്ല. എന്നാൽ പലയിടങ്ങളിലും കടന്നു ചെല്ലുന്ന അവിടെയൊക്കെ സഭകൾ സ്ഥാപിക്കണമെന്നുള്ള വലിയ ആഗ്രഹവും പ്രാർത്ഥനയുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ആരാധനാലയം ഉണ്ടായി അവിടെ ഉറപ്പിച്ച് ഇത്രയും ദൈവമക്കൾ കടന്നു വന്ന് ഇനിയും അനേകർ സ്നാനപ്പെടാനുണ്ട്. ഇപ്പോൾ തന്നെ 10-25 പേരോളം സ്നാനപ്പെടാനുണ്ട്. അപ്പോൾ സ്നാനത്തിന് പോകണമെങ്കിൽ തന്നെ ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്ത് പോയെങ്കിലേ ഒരു മറ്റു സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ അതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും ദൈവം അത് ചെയ്തു തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഓക്കെ പാസ്റ്ററെ, അപ്പോൾ ഇത്രയും സമയം പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഈ പാസ്റ്റർ പഞ്ചാബിലാണ് സുവിശേഷ വേല ചെയ്യുന്നത്. ലുധിയാന എന്ന പട്ടണവുമായി കേന്ദ്രീകരിച്ച് അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സുവിശേഷ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ഇപ്പോൾ 62 വയസ്സ് കഴിഞ്ഞു. ഇത്രയും വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശം അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ്. നിങ്ങൾ ഈ പ്രിയ കർത്താവിൻ്റെ ദാസനെ വിളിക്കുകയും പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സുവിശേഷ വേല ചെയ്യുന്ന സുവിശേഷ പ്രവർത്തകരെ ഏത് രീതിയിലും സഹായിക്കാനായിട്ട് ആളുകൾ മുമ്പോട്ട് വരണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് സുവിശേഷം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനായിട്ട് സാധ്യമായുള്ളൂ. പാസ്റ്ററെ, ഇത്രയും സമയം പാസ്റ്ററോട് സംസാരിക്കാൻ ഭാഗ്യമായി കണക്കാക്കുന്നു. ദൈവം പാസ്റ്ററെ ധാരാളമായിട്ട് സഹായിക്കണം. ഓക്കെ, താങ്ക് യു.